ഒന്ന് സങ്കൽപ്പിച്ചു നോക്കിക്കേ, ലോകത്തിലെ ഏറ്റവും വലിയ കോടിക്കണക്കിന് ഡോളർ വരുമാനമുള്ള ഒരു ടെക് കമ്പനിയുടെ സിഇഒ പുള്ളി പെട്ടെന്നൊരു ദിവസം രാവിലെ ഓഫീസിലേക്ക് വരുന്നു. എന്നിട്ട് കോട്ടും സൂട്ടുമൊക്കെ അഴിച്ചുവെച്ചിട്ട് ഒരു ചൂലുമായി നേരെ താഴെത്തട്ടിലുള്ള ജീവനക്കാരുടെ ബാത്റൂം സ്വന്തം കൈകൊണ്ട് വൃത്തിയാക്കാൻ തുടങ്ങുന്നു. എന്തായിരിക്കും അവസ്ഥ? ഓ, അത് ഇന്നതൊരു വലിയ ബ്രേക്കിംഗ് ന്യൂസ് ആവുമല്ലേ? തീർച്ചയായും. ഇന്റർനെറ്റ് തന്നെ ഒരുപക്ഷെ നിശ്ചലമാകും. അതായത് അധികാരത്തിന്റെ ഏറ്റവും മുകളിലിരിക്കുന്ന ഒരാൾ സമൂഹത്തിൽ ഏറ്റവും താഴെക്കിടയിലുള്ളവർ ചെയ്യുന്ന ഒരു പണി ചെയ്യുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലുമാകില്ല. അതെ, അത് ശരിയാണ്. എന്നാൽ എന്താ പറയുക, 2000 വർഷങ്ങൾക്ക് മുൻപ് ഇതേപോലെ അവിശ്വസനീയമായൊരു സംഭവം നടന്നു. ഒരു ചെറിയ മുറിയിൽ കുറച്ചുപേർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ നടന്ന ആ ഒറ്റ പ്രവൃത്തി ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചു. യുദ്ധങ്ങളെക്കാളുമൊക്കെ സ്വാധീനം ചെലുത്തുന്നത് ഇതുപോലുള്ള തീർത്തും വ്യക്തിപരമായ നിശബ്ദമായ നിമിഷങ്ങളായിരിക്കും. അതാണതിന്റെ ഒരു സൗന്ദര്യമെന്ന് പറയുന്നത്. അതെ. അപ്പോ നമ്മുടെ ഇന്നത്തെ ഈ ആഴത്തിലുള്ള അന്വേഷണത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം കേവലം ഒരു പള്ളിയിലെ ചടങ്ങിനെക്കുറിച്ചോ മതപരമായ കാര്യങ്ങളെക്കുറിച്ചോ മാത്രമല്ല കേട്ടോ. അല്ല, അതിനുമപ്പുറമാണ്. അതെ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വലിയൊരു ചരിത്ര നിഗൂഢതയാണ്. നമ്മൾക്കറിയാവുന്ന ലോകപ്രശസ്തമായ ചില കലാരൂപങ്ങളുടെ യഥാർത്ഥ പ്രചോദനം എന്താണെന്നും പിന്നെ യൂറോപ്പിലെ ആചാരങ്ങൾ എങ്ങനെയാണ് നമ്മുടെ തമിഴ്നാട്ടിലെയും ദക്ഷിണേന്ത്യയിലെയും ഗ്രാമങ്ങളിലെ നാട്ടുനടപ്പുകളുമായി ഇഴചേർന്നതുമൊക്കെയാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. വളരെ രസകരമായ ഒരു വിഷയമാണ്. അതെ. അപ്പൊ ഈ പെസഹ വ്യാഴം അഥവാ വലിയ വ്യാഴം എന്ന വിഷയത്തിന്റെ ഉള്ളറകളിലേക്കാണ് നമ്മൾ ഇന്ന് സഞ്ചരിക്കുന്നത്. നമ്മുടെ മുന്നിലുള്ള ചരിത്രരേഖകളും ലേഖനങ്ങളും സാംസ്കാരിക പഠനങ്ങളുമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൽ അതിശയിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. തീർച്ചയായും. ശരി, നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. ആദ്യം തന്നെ ഈ പേരിന്റെ കാര്യമെടുക്കാം. അതായത് ഇംഗ്ലീഷിൽ ഇതിനെ മൗണ്ടി തേഴ്സ്ഡേ എന്ന് നമ്മൾ വിളിക്കുന്നു. എനിക്ക് മനസ്സിലാകാത്തത് ഈ മൗണ്ടി എന്ന വാക്കിന് വ്യാഴാഴ്ചയുമായി എന്താണ് ബന്ധം? എവിടെ നിന്നാണ് ഈ വാക്ക് വന്നത്? ആ പേരിന്റെ ഉത്ഭവം തന്നെ വളരെ രസകരമാണ്. എന്താ പറയാ, ഈ മൗണ്ടി എന്ന വാക്ക് ഇംഗ്ലീഷിലേക്ക് വരുന്നത് പഴയ ഫ്രഞ്ച് ഭാഷയിൽ നിന്നാണ്. ഓഹോ, ഫ്രഞ്ചിൽ നിന്നോ? അതെ. എന്നാൽ അതിന്റെ യഥാർത്ഥ വേരുകൾ കിടക്കുന്നത് മാൻഡേറ്റം എന്ന ലാറ്റിൻ വാക്കിലാണ്. മാൻഡേറ്റം, അതിനർത്ഥം എന്താണ്? ഇതിന്റെ അർത്ഥം കൽപ്പന അല്ലെങ്കിൽ കമാൻഡ്മെന്റ് എന്നാണ്. അതായത് യേശു തന്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയതിനു ശേഷം അവരോടൊരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എന്ന്. ആ കൽപ്പന എന്ന വാക്കിൽ നിന്നാണ് മൗണ്ടി എന്ന പേരുണ്ടായത്. ഓ, അപ്പോ സ്നേഹിക്കാനുള്ളൊരു കൽപ്പനയാണ് ശരിക്കും ആ പേരിന് പിന്നിൽ. ഞാൻ വിചാരിച്ചത് ഇതൊരു സ്ഥലപ്പേരോ മറ്റോ ആണെന്നാണ്. പലരും അങ്ങനെ ചിന്തിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ ഈ സ്രോതസ്സുകളിൽ ഇംഗ്ലണ്ടിലെ രാജാക്കന്മാരുമായി ബന്ധപ്പെട്ട മറ്റൊരു വാദവും ഞാൻ കണ്ടിരുന്നല്ലോ. അതെന്താണ്? അതൊരു സമാന്തരമായ ചരിത്രമാണ്. ഇംഗ്ലണ്ടിലെ രാജാക്കന്മാർ ഈ ദിവസം പാവപ്പെട്ടവർക്ക് ദാനം നൽകുന്ന ഒരു പതിവുണ്ടായിരുന്നു. അവർ ദാനം നൽകാൻ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളെ അല്ലെങ്കിൽ സഞ്ചികളെ മൗണ്ട്സ് എന്ന് വിളിച്ചിരുന്നു. മൗണ്ട്സ്. അതെ, ഈ ദാനധർമ്മങ്ങൾ നടക്കുന്ന ദിവസമായതുകൊണ്ട് ഇതിനെ ആ പേര് വന്നതാകാം എന്നും ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. പിന്നെ ഇതിന് ഷീർ തേഴ്സ്ഡേ എന്നൊരു പേരുകൂടി ഉണ്ടായിരുന്നു. ഷീർ തേഴ്സ്ഡേ, അതായത് വൃത്തിയുള്ള അല്ലെങ്കിൽ തിളക്കമുള്ള വ്യാഴാഴ്ച എന്നാണോ? അതെന്തിനാണ് അങ്ങനെ വിളിക്കുന്നത്? ശരീരവും വീടും പള്ളിയുമൊക്കെ വളരെ ശുചിയാക്കുകയും ചെയ്യുന്ന ഒരു ആചാരം പണ്ടുണ്ടായിരുന്നു. ഒരു ക്ലീനിംഗ് ഡേ പോലെ. അതെ, അതുകൊണ്ടായിരിക്കാം ക്ലീൻ എന്നർത്ഥം വരുന്ന ആ പേര് ലഭിച്ചത്. ആ ഒരു ശുദ്ധീകരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പാദക്ഷാളനം അഥവാ കാൽ കഴുകുന്ന ചടങ്ങിലേക്ക് വരുന്നത്. അതെ, അവിടെയാണ് കാര്യങ്ങൾ ശരിക്കും അവിശ്വസനീയമാകുന്നത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ സിഇഒയുടെ ഉദാഹരണം ഒന്നുകൂടി ഓർത്തു നോക്കൂ. 1-ാം നൂറ്റാണ്ടിലെ റോമൻ യഹൂദ പശ്ചാത്തലം വെച്ചു നോക്കുമ്പോൾ ഒരു ഗുരു അല്ലെങ്കിൽ ഒരു റബ്ബി തന്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുക എന്നത് അക്കാലത്തെ അധികാരഘടനയെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും ആകാത്ത ഒന്നല്ലേ? തീർച്ചയായുമല്ല. സാധാരണയായി അടിമകളോ ദാസന്മാരോ ചെയ്യുന്ന ഒരു പണിയാണല്ലോ അത്. അതെ, ആ പ്രവൃത്തി വെറുമൊരു വിനയപ്രകടനമായിരുന്നില്ല. അന്നത്തെ സമൂഹത്തിൽ നിലനിന്നിരുന്ന അധികാരത്തിന്റെ സമവാക്യങ്ങളെ മുഴുവൻ അട്ടിമറിക്കുന്ന ഒന്നായിരുന്നു അത്. പ്രശസ്ത ദൈവശാസ്ത്രജ്ഞനായ തോമസ് അക്വിനാസിനെ പോലുള്ളവർ ഇതിനെക്കുറിച്ച് വളരെ ആഴത്തിൽ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇതൊരു വലിയ പ്രതീകമാണ്.
താഴ്മയുടെയും സ്വയം സമർപ്പണത്തിന്റെയും ഏറ്റവും വലിയ ഉദാഹരണം. ഓഹോ. അതുപോലെ തന്നെ പ്രൊട്ടസ്റ്റന്റ് ചിന്തകനായ ജോൺ കാൽവിൻ ഇതിനെ നന്ദി പ്രകാശനത്തിന്റെ ഒരു കൂദാശയായിട്ടാണ് കണ്ടത്. അധികാരമെന്നത് മറ്റുള്ളവരെ ഭരിക്കാനുള്ളതല്ല, മറിച്ച് അവരെ സേവിക്കാനുള്ളതാണെന്ന് വലിയൊരു സന്ദേശമാണിതിലൂടെ നൽകപ്പെട്ടത്. അതൊരു വലിയ പാഠമാണ് ശരിക്കും. പക്ഷേ ഈ ആചാരം നൂറ്റാണ്ടുകളായി പള്ളികളിൽ നടക്കുന്നുണ്ടെങ്കിലും അതിൽ വന്നൊരു വലിയ മാറ്റത്തെക്കുറിച്ച് സ്രോതസ്സുകളിൽ പറയുന്നുണ്ട്. 2016 മാർപ്പാപ്പ കൊണ്ടുവന്നൊരു മാറ്റം. അതെ. അത് വായിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. കാരണം എന്താ പറയാ, 2000 വർഷമെടുത്തു ആ ഒരു മാറ്റം വരാൻ. അതെ, നിങ്ങൾ ഉദ്ദേശിച്ചത് സ്ത്രീകൾക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ നൽകിയ അനുവാദത്തെക്കുറിച്ചല്ലേ? അതെ. അതുവരെ പള്ളികളിൽ 12 പുരുഷന്മാരുടെ അല്ലെങ്കിൽ ആൺകുട്ടികളുടെ കാലുകൾ മാത്രമായിരുന്നു കഴുകിയിരുന്നത്. എന്നാൽ 2016 മുതൽ സ്ത്രീകൾക്കും ഈ ചടങ്ങിൽ പങ്കെടുക്കാമെന്ന് മാർപ്പാപ്പ നിയമം പരിഷ്കരിച്ചു. ശരിയാണ്. ആചാരങ്ങൾ എങ്ങനെയാണ് കാലത്തിനൊപ്പം സഞ്ചരിക്കേണ്ടതെന്നതിനെ മികച്ച ഉദാഹരണമാണത്. അതെ. എന്നാൽ നോക്കൂ, ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ ലളിതമായ കാര്യങ്ങളായി തോന്നാം. പക്ഷേ ഈ സ്രോതസ്സുകൾ മുഴുവൻ വായിച്ചപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ കുഴപ്പത്തിലാക്കിയൊരു കാര്യമുണ്ട്. ചരിത്രത്തിലെ വലിയൊരു സമയരേഖാ തർക്കം. ടൈം ലൈൻ പ്രശ്നം. അതെ. അതായത് ഈ അന്ത്യത്താഴം നടന്നത് കൃത്യമായി ഏത് ദിവസമാണ് എന്നതിനെക്കുറിച്ച് പുതിയ നിയമത്തിൽ തന്നെ 2 തരം അഭിപ്രായങ്ങളുണ്ടല്ലോ. ഇതെന്നെ ശരിക്കും ആശയക്കുഴപ്പത്തിലാക്കി. സ്വാഭാവികമാണ്. അതൊരു വലിയ ചരിത്ര നിഗൂഢതയാണ്. പുതിയ നിയമത്തിലെ 4 സുവിശേഷങ്ങൾ നമ്മൾ എടുത്താൽ അതിൽ മത്തായി, മർക്കോസ്, ലുക്കോസ് എന്നീ 3 സുവിശേഷങ്ങൾ പറയുന്നത് ഈ അന്ത്യത്താഴം നടന്നത് ഒരു വ്യാഴാഴ്ച വൈകുന്നേരമാണ് എന്നാണ്. അതായത് യഹൂദ കലണ്ടർ പ്രകാരം നിസാൻ മാസം 15-ാം തീയതി പെസഹ ദിനത്തിൽ യഹൂദർ അവരുടെ പെസഹ ആചരിക്കുന്ന അതേ സമയത്ത്. ഓക്കെ, അപ്പോൾ വ്യാഴാഴ്ച, അതാണല്ലോ നമ്മൾ പെസഹ വ്യാഴം എന്ന് വിളിക്കുന്നത്. പിന്നെ എന്താണ് പ്രശ്നം? അവിടെയാണ് ട്വിസ്റ്റ്. പ്രശ്നം വരുന്നത് യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോഴാണ്. യോഹന്നാൻ പറയുന്നത് ഇത് യഹൂദർ അവരുടെ പെസഹ കുഞ്ഞാടിനെ ബലി കഴിക്കുന്നതിന് തലേ ദിവസം, അതായത് നിസാൻ മാസം 14-ാം തീയതി ആയിരുന്നു എന്നാണ്. ഒരു നിമിഷം നിൽക്കൂ. അപ്പോൾ നിങ്ങൾ പറയുന്നത് ലോകം മുഴുവൻ പെസഹ വ്യാഴം എന്ന് കൊണ്ടാടുന്ന ഈ ദിവസം യഥാർത്ഥത്തിൽ വ്യാഴാഴ്ച ആയിരിക്കില്ലെന്നാണോ? അതെ, അങ്ങനെ ഒരു സാധ്യതയുണ്ട്. ഒരു കുറ്റകൃത്യം നടന്ന സ്ഥലത്തുണ്ടായിരുന്ന വ്യത്യസ്ത ദൃക്സാക്ഷികൾ ആ സംഭവത്തിന്റെ സമയം പല രീതിയിൽ പറയുന്നത് പോലെയാണല്ലോ ഇത്. ഒരാൾ പറയുന്നു വ്യാഴാഴ്ചയാണെന്ന്, മറ്റൊരാൾ പറയുന്നു ബുധനാഴ്ചയാണെന്ന്. എന്തുകൊണ്ടായിരിക്കും ഇത്രയും പ്രധാനപ്പെട്ട ഒരു സംഭവത്തിന്റെ സമയത്തിൽ ഇങ്ങനെ ഒരു വ്യത്യാസം വന്നത്? 2000 വർഷമായിട്ട് നമ്മൾ തെറ്റായ ഒരു ദിവസമാണോ ആചരിക്കുന്നത്? അതൊരു വളരെ യുക്തിസഹമായ ചോദ്യമാണ്. ശാസ്ത്രജ്ഞരും ചരിത്രകാരന്മാരും വർഷങ്ങളായി ഇതിനൊരു ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് വല്ലതും കണ്ടെത്തിയോ? ഇവിടെയാണ് ഭൗതിക ശാസ്ത്രജ്ഞനായ കോളിൻ ഹംഫ്രീസ് നൽകുന്ന വിശദീകരണം ശ്രദ്ധേയമാകുന്നത്. അദ്ദേഹത്തിന്റെ ശാസ്ത്രീയവും ചരിത്രപരവുമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ AD 33 ഏപ്രിൽ 1, അതായത് ഒരു ബുധനാഴ്ചയാണ് അന്ത്യത്താഴം നടന്നത് എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. ബുധനാഴ്ചയോ? അപ്പോൾ മൗണ്ടി വെനസ്ഡേ എന്നാണോ നമ്മൾ വിളിക്കേണ്ടത്? ഇതെങ്ങനെ സംഭവിക്കും? അവിടെയാണ് ആനി ജോബർട്ട് എന്ന ഗവേഷകയുടെ കണ്ടെത്തൽ നമ്മളെ സഹായിക്കുന്നത്. അക്കാലത്ത് കുമ്രാൻ സന്യാസിമാർ ഉപയോഗിച്ചിരുന്ന ഒരു പ്രത്യേക കലണ്ടർ ഉണ്ടായിരുന്നു. കൃത്യം 365 ദിവസങ്ങളിലുള്ള ഒരു കലണ്ടർ. ആ കലണ്ടർ പ്രകാരം കണക്കാക്കിയാൽ ഈ സംഭവം നടന്നത് ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ ബുധനാഴ്ചയോ ആണെന്ന് വരും. ഇതിലൊരു വലിയ ലോജിക്കുണ്ട്. നിങ്ങൾ ആ സംഭവ വികാസങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അന്ത്യത്താഴം വ്യാഴാഴ്ച രാത്രിയാണ് നടന്നതെങ്കിൽ അന്ന് രാത്രി തന്നെ യേശുവിനെ അറസ്റ്റ് ചെയ്യുന്നു. പിന്നെ അന്നാസിന്റെയും കയ്യാഫാസിന്റെയും മുൻപിൽ വിചാരണ, അതിനുശേഷം പീലാത്തോസിന്റെ മുൻപിൽ, പിന്നെ ഹെരോദാവിന്റെ മുൻപിൽ, വീണ്ടും പീലാത്തോസിന്റെ മുൻപിൽ. ഇത്രയും സ്ഥലങ്ങളിലോ? അതെ. ഒടുവിൽ വെള്ളിയാഴ്ച രാവിലെയോടെ കുരിശിലേറ്റുന്നു. വെറും 6-7 മണിക്കൂറുകൾക്കുള്ളിൽ ഇത്രയും സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഇത്രയും വിചാരണകൾ നടക്കുക എന്നത് പ്രായോഗികമായി അസാധ്യമായ കാര്യമാണ്. റോമൻ നിയമവ്യവസ്ഥ അത്ര വേഗത്തിൽ പ്രവർത്തിക്കുന്ന ഒന്നായിരുന്നില്ല. ശരിയാണല്ലോ, അതെനിക്ക് ഇതുവരെ തോന്നിയിരുന്നില്ല. രാത്രി ഒരു ഡിന്നർ കഴിഞ്ഞ് രാവിലെ ആവുമ്പോഴേക്കും ഇത്രയും വലിയൊരു കോടതി നടപടിക്രമം പൂർത്തിയാകുക എന്ന് പറയുന്നത് അവിശ്വസനീയമാണ്. അതെ. അപ്പോ ബുധനാഴ്ചയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോ ആണ് ഇത് നടന്നതെങ്കിൽ യേശുവിന്റെ അറസ്റ്റിനും വിചാരണയ്ക്കും കുരിശുമരണത്തിനുമിടയിൽ ആവശ്യത്തിന് സമയം ലഭിച്ചിരുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. ഇത് ശരിക്കും എന്റെ കണ്ണു തുറപ്പിച്ചു കേട്ടോ. അതെ,
ഈ സമയരേഖയിലെ വ്യത്യാസം വെറുമൊരു തെറ്റല്ല. വ്യത്യസ്ത കലണ്ടറുകൾ ഉപയോഗിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ദൈവശാസ്ത്രപരമായി ആ സംഭവത്തിന് വ്യത്യസ്ത അർത്ഥങ്ങൾ നൽകാൻ വേണ്ടിയോ സുവിശേഷകർ ബോധപൂർവം ചെയ്തതാകാനാണ് സാധ്യത. വളരെ വളരെ രസകരമായ ഒരു കണ്ടെത്തലാണത്. ഇനി നമുക്ക് ഈ അത്താഴത്തിൽ നിന്ന് ഉത്ഭവിച്ച ആചാരങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും എങ്ങനെയാണ് കൊണ്ടാടപ്പെടുന്നത് എന്ന് നോക്കാം. തീർച്ചയായും. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് തുടങ്ങാം. UK-യിലെ ഈ റോയൽ മൗണ്ടി ആചാരത്തെക്കുറിച്ച് സ്രോതസ്സുകളിൽ പറയുന്നുണ്ട്. ഇംഗ്ലണ്ടിലെ ഭരണാധികാരി തന്റെ പ്രായത്തിന് തുല്യമായ അത്രയും നാണയങ്ങൾ ചുവപ്പും വെളുപ്പും നിറങ്ങളിലുള്ള പ്രത്യേക സഞ്ചികളിലാക്കി മുതിർന്ന പൗരന്മാർക്ക് നൽകുന്ന ഒരു രാജകീയ ആചാരം. അത് UK-യിലെ ഒരു രീതി. കത്തോലിക്കാ സഭകളിലെ മറ്റൊരു പ്രധാന ചടങ്ങാണ് ക്രിസമ്മാസ്. സാധാരണയായി വലിയ വ്യാഴാഴ്ച രാവിലെയോ അല്ലെങ്കിൽ ആ ആഴ്ചയിലെ മറ്റേതെങ്കിലും ദിവസമോ ആണിത് നടക്കുക. അതിലെന്താ ചെയ്യുന്നത്? മാമോദീസയ്ക്കും രോഗീലേപനത്തിനും മറ്റു പ്രധാന കൂദാശകൾക്കും ഉപയോഗിക്കുന്ന 3 തരം പുണ്യതൈലങ്ങൾ വാഴ്ത്തുന്ന ചടങ്ങാണിത്. ക്രിസം, കാറ്റക്കുമെൻസ് ഓയിൽ, രോഗികളുടെ ഓയിൽ എന്നിവയാണവ. ഈ എണ്ണകൾ ശാരീരികവും ആത്മീയവുമായ സൗഖ്യത്തെയും ദൈവത്തിന്റെ മുദ്രയെയും ഒക്കെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഓ, മനസ്സിലായി. അതുപോലെ തന്നെ വ്യാഴാഴ്ച വൈകുന്നേരത്തെ കുർബാനയിൽ ഗ്ലോറിയ പാടുമ്പോൾ പള്ളിയിലെ മണികളെല്ലാം വലിയ ശബ്ദത്തിൽ മുഴങ്ങുന്ന ഒരു പരിപാടിയുണ്ട്. അതിനുശേഷം ഈസ്റ്റർ ഞായറാഴ്ച വരെ മണികൾ പൂർണ്ണമായും നിശബ്ദമാകും. അതെ, ആ ഒരു നിശബ്ദത നൽകുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. പെട്ടെന്ന് എല്ലാം ശൂന്യമായതുപോലെ. അത് യേശുവിന്റെ കഷ്ടാനുഭവങ്ങളെയും മരണത്തെയും സൂചിപ്പിക്കുന്നു. എന്നാൽ കിഴക്കൻ ഓർത്തഡോക്സ് സഭകളിലാകട്ടെ ഈ ദിവസം ഉപവാസത്തിൽ ചെറിയൊരു ഇളവ് നൽകി വീഞ്ഞും എണ്ണയും ഉപയോഗിക്കാൻ അനുവാദമുണ്ട്. അതെ, ഓരോ സഭയ്ക്കും അവരുടേതായ രീതികളുണ്ട്. ഇവിടെയാണ് എനിക്ക് ഈ സ്രോതസ്സുകളിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ ഒരു ആഹാ മൊമെന്റ് വരുന്നത്. നമ്മൾ പാശ്ചാത്യ രാജ്യങ്ങളിലെയും മിഡിൽ ഈസ്റ്റിലെയും ആചാരങ്ങളെക്കുറിച്ച് പറഞ്ഞു. ശ്രോതാക്കളായ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് യൂറോപ്പിൽ നിന്ന് വന്ന ഈ ആചാരങ്ങൾ അപ്പാടെ നമ്മൾ പകർത്തിവെച്ചിരിക്കുകയാണെന്നാണ്. എന്നാൽ ഈ പാശ്ചാത്യ ആചാരങ്ങൾ നമ്മുടെ ദക്ഷിണേന്ത്യയിലേക്ക്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലേക്കും മറ്റും എത്തുമ്പോൾ അവിടുത്തെ പ്രാദേശിക സംസ്കാരങ്ങളുമായി എങ്ങനെയാണ് ഇഴചേർന്നത് എന്ന് വായിച്ചപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടുപോയി. ഇതൊരു കോപ്പി പേസ്റ്റ് ആയിരുന്നില്ല, ഇതൊരു ഗംഭീര റീമിക്സ് ആയിരുന്നു. വളരെ ശരിയാണ്. ഇതിനെയാണ് നമ്മൾ ഇൻകൾച്ചറേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് ഒരു പുതിയ വിശ്വാസം വരുമ്പോൾ അവർ പഴയതിനെ പൂർണ്ണമായും ഉപേക്ഷിച്ചില്ല, പകരം രണ്ടും കൂടി അങ്ങോട്ട് മിക്സ് ചെയ്തു. ഓഹോ! 17-ാം നൂറ്റാണ്ടിൽ റോബർട്ടോ ഡി നൊബിലിയെ പോലുള്ള മിഷണറിമാർ മനസ്സിലാക്കിയത് ഒരു പുതിയ മതം ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ അത് അവരുടെ സംസ്കാരത്തിന്റെ ഭാഷയിൽ തന്നെ പറയണമെന്നാണ്. ആ ഭാഗം കുറച്ചുകൂടി വ്യക്തമാക്കാമോ? കാരണം മാരിയമ്മനോടും സുടലൈമാടനോടും പ്രാർത്ഥിച്ചിരുന്ന ജനങ്ങൾ പെട്ടെന്ന് ക്രിസ്ത്യാനികളായപ്പോൾ എന്താണ് സംഭവിച്ചത്? നോക്കൂ, തലമുറകളായി ഗ്രാമദേവതകളെ ആരാധിച്ചിരുന്നവരാണവർ. പകർച്ചവ്യാധികൾ വരുമ്പോൾ മാരിയമ്മനോട് പ്രാർത്ഥിക്കും, എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ സുടലൈമാടനെ വിളിക്കും. അവർ ക്രിസ്തുമതത്തിലേക്ക് വന്നപ്പോൾ ഈ മാനസികാവസ്ഥ പെട്ടെന്ന് മാറില്ലല്ലോ. ഇല്ല, പെട്ടെന്നൊന്നും മാറില്ല. അതുകൊണ്ടവർ പുതിയ വിശുദ്ധർക്ക് പഴയ ദൈവങ്ങളുടെ റോളുകൾ നൽകി. കോളറ പോലുള്ള പകർച്ചവ്യാധികൾ വരുമ്പോൾ മാറാൻ അവർ സെബസ്റ്റ്യാനോസിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ മാരിയമ്മന്റെ റോൾ സെബസ്റ്റ്യാനോസിന് കിട്ടിയല്ലേ? അതെ. അതുപോലെ നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരികെ കിട്ടാൻ അന്തോണീസിനോട് പ്രാർത്ഥിച്ചു. അവരുടെ പ്രാർത്ഥനയുടെ രൂപം മാറി, പക്ഷെ വികാരം പഴയത് തന്നെയായിരുന്നു. വാവ്, അത് ശരിക്കും ഒരു സാംസ്കാരിക പരിണാമമാണ്. നമ്മൾ ഹിന്ദുക്കൾ ആഘോഷിക്കുന്ന പൊങ്കൽ ക്രിസ്ത്യാനികൾ ആഘോഷിക്കുന്നതിനെക്കുറിച്ചും ഇതിൽ പറയുന്നുണ്ടല്ലോ. സെബസ്റ്റ്യാർ പൊങ്കൽ, അന്തോണിയാർ പൊങ്കൽ കേൾക്കുമ്പോൾ തന്നെ ആ ഒരു സാംസ്കാരിക ലയനം നമുക്ക് മനസ്സിലാകും. അതെ. പിന്നെ അസനം എന്നൊരു ചടങ്ങുമുണ്ട്. അത് നമ്മുടെ നാട്ടിലെ അന്നദാനം പോലെയല്ലേ? കൃത്യമായി പറഞ്ഞാൽ അത് തന്നെയാണ്. അസനം എന്നാൽ വലിയൊരു സമൂഹ വിരുന്നാണ്. നേർച്ച ഭക്ഷണമായിട്ടാണ് ഇത് നൽകുന്നത്. ജാതിമതഭേദമന്യേ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ചിരുന്നു ഒരേ ഭക്ഷണം കഴിക്കുന്ന ഈ രീതി. ഇത് ആദ്യകാല ക്രിസ്ത്യാനികൾക്കിടയിലുണ്ടായിരുന്ന അഗപ്പെ അഥവാ സ്നേഹവിരുന്നുകളുമായി വളരെ അടുത്തു നിൽക്കുന്ന ഒന്നാണ്. പഴയ ജാതി വ്യവസ്ഥയ്ക്കെതിരെയുള്ള ഒരു വലിയ പ്രതിരോധം കൂടിയായിരുന്നു അത്. തീർച്ചയായും. അതുപോലെ നവംബർ 2 മരിച്ചവരെ ഓർക്കുന്ന ദിവസം പൂർവികരുടെ കുഴിമാടത്തിൽ അവർക്ക് പ്രിയപ്പെട്ട ഭക്ഷണം വെച്ച് പ്രാർത്ഥിക്കുന്ന ആചാരവുമുണ്ട്. എനിക്കിതിലേറ്റവും രസകരമായി തോന്നിയത് വരൾച്ചാ സമയത്തെ ഈ മഴച്ചോർ ആചാരമാണ്. മഴ ലഭിക്കാൻ വേണ്ടി ഗ്രാമത്തിലുള്ളവർ വീടുകൾ തോറും കയറിയിറങ്ങി ഭക്ഷണം ശേഖരിച്ച് ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ഒരു നാട്ടു നടപ്പുണ്ടല്ലോ.
അതെ. അത് പിന്നീട് ക്രിസ്തീയ പ്രാർത്ഥനകളുമായി എങ്ങനെയാണ് സംയോജിപ്പിക്കപ്പെട്ടത് എന്നത് നമ്മളെ ശരിക്കും അതിശയിപ്പിക്കും. അപ്പോൾ ഇതിന്റെ എല്ലാം അർത്ഥമെന്താണ്? ഒരു മതം ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് പടരുമ്പോൾ അത് അവിടെയുള്ള ആളുകളുടെ ജീവിത രീതികളെ നശിപ്പിക്കുകയല്ല, മറിച്ച് അവരുമായി ഒന്നായി തീരുകയാണ് ചെയ്യുന്നത് എന്നല്ലേ? അതെ. മതം എപ്പോഴും മനുഷ്യരുടെ സാംസ്കാരിക പശ്ചാത്തലത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. സംസ്കാരത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു മതത്തിനും നിലനിൽക്കാനാകില്ല. അതെ. അപ്പോൾ നമ്മൾ ചരിത്രവും സംസ്കാരവും ഒക്കെ പറഞ്ഞു. ഇനി നമുക്ക് കലയുടെ ലോകത്തേക്ക് വരാം. ക്യാമറകളോ സ്മാർട്ട് ഫോണുകളോ ഇല്ലാതിരുന്നൊരു കാലത്ത് ഈ ഒരു അത്താഴത്തിന്റെ രംഗം ജനങ്ങൾ എങ്ങനെയാണ് വിഷ്വലൈസ് ചെയ്തത്? അവിടെയാണ് ചിത്രകാരന്മാർ വരുന്നത്. അതെ. ലിയോനാർഡോ ഡാവിഞ്ചി മുതൽ സാൽവഡോർ ദാലി വരെയുള്ള ലോകപ്രശസ്തരായ ചിത്രകാരന്മാർ ഈ അന്ത്യത്താഴത്തെ അവരുടെ ക്യാൻവാസിൽ പകർത്തിയിട്ടുണ്ട്. പ്രധാനമായും 3 രീതിയിലാണ് ഈ ചിത്രീകരണങ്ങൾ നടന്നിട്ടുള്ളത് എന്ന് സ്രോതസ്സുകൾ പറയുന്നു. 3 യൂദാസ് പോയതിനു ശേഷമുള്ള വിടവാങ്ങൽ പ്രസംഗം. ഇതിൽ ഡാവിഞ്ചിയുടെ 1499കളിലെ മിലാനിലെ വിഖ്യാതമായ ആ വലിയ ചുമർ ചിത്രം എന്തിനാണ് ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നത്? അതിലെന്താണ് ഇത്ര പ്രത്യേകത? ഡാവിൻഷിയുടെ ചിത്രം വെറുമൊരു മതപരമായ പെയിന്റിംഗ് അല്ല കേട്ടോ. അതൊരു ഗംഭീരമായ മനഃശാസ്ത്ര പഠനമാണ്. ഓഹോ, മനഃശാസ്ത്ര പഠനമോ? അതെങ്ങനെ? അതായത്, നിങ്ങളിലൊരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും എന്ന് യേശു പറയുന്ന ആ ഒരൊറ്റ നിമിഷമാണ് ഡാവിൻഷി പകർത്തിയത്. ഒരു ബോംബ് പൊട്ടിയതുപോലെയുള്ള അവസ്ഥ. ശരിയാങ്ങൾ. ആ നിമിഷത്തിൽ ഓരോ ശിഷ്യന്റെയും മുഖത്തുണ്ടാകുന്ന ഭാവം, ആ മാനസിക സംഘർഷം, ഞാനാണോ അത് എന്ന് ഓരോരുത്തരും ചോദിക്കുന്ന ആ അമ്പരപ്പ്, ഇതാണ് ഡാവിൻഷി വരച്ചുകാട്ടിയത്. അദ്ദേഹം ആ 12 ശിഷ്യന്മാരെ 3 പേരടങ്ങുന്ന 4 ഗ്രൂപ്പുകളാക്കി തിരിച്ചു. എന്നിട്ട് ആ മേശയ്ക്ക് ചുറ്റുമുണ്ടാകുന്ന ആ ബഹളത്തെയും നടുക്കത്തെയും വളരെ ശാസ്ത്രീയമായി അവതരിപ്പിച്ചു. അതുകൊണ്ടാണ് ആ ചിത്രം ഇന്നും ലോകത്തിലെ ഏറ്റവും മികച്ച കലാരൂപങ്ങളിലൊന്നായി നിലനിൽക്കുന്നത്. എന്നാൽ ടിൻഡോറട്ടോ വരച്ച ചിത്രം തികച്ചും വ്യത്യസ്തമാണല്ലോ. അതിൽ യേശുവിനും ശിഷ്യന്മാർക്കുമൊപ്പം പ്ലേറ്റുകൾ മാറ്റുന്ന സാധാരണക്കാരായ ജോലിക്കാരെയും പട്ടികളെയും പൂച്ചകളെയും ഒക്കെ നമുക്ക് കാണാം. അതെ, അതൊരു നല്ല നിരീക്ഷണമാണ്. അതൊരു സാധാരണ ഭക്ഷണശാലയിലെ തിരക്ക് പിടിച്ച അന്തരീക്ഷം പോലെയാണ് തോന്നുന്നത്. എന്തിനായിരിക്കും അദ്ദേഹം അങ്ങനെ വരച്ചത്? ടിൻഡോററ്റോയ്ക്ക് ആ സംഭവത്തെ സാധാരണക്കാരുടെ ജീവിതവുമായി ബന്ധിപ്പിക്കണമായിരുന്നു. ദൈവീകമായൊരു കാര്യം നടക്കുന്നത് നമ്മുടെയൊക്കെ വീട്ടിലെ പോലെയുള്ള വളരെ സാധാരണമായൊരു ചുറ്റുപാടിലാണെന്ന് കാണിക്കാൻ വേണ്ടിയാകാം അദ്ദേഹം അത് ലളിതമാക്കിയത്. അത് കൊള്ളാമല്ലോ. എന്നാൽ സാൽവഡോർ ദാലി ആകട്ടെ വളരെ ആധുനികവും സെറിയലിസ്റ്റിക്കുമായൊരു ശൈലിയിലാണ് ഇതിനെ സമീപിച്ചത്. സെറിയലിസ്റ്റിക് എന്ന് പറയുമ്പോൾ എന്താണ് ആ ചിത്രത്തിന്റെ പ്രത്യേകത? സ്രോതസ്സുകളിൽ പറയുന്നത് അതിൽ സാധാരണ കാണുന്ന പോലെയുള്ള ഒരു കാസയോ പാനപാത്രമോ ഇല്ലെന്നാണല്ലോ. അതെ, ദാലിയുടെ ചിത്രം വളരെ വിചിത്രവും എന്നാൽ മനോഹരവുമാണ്. അത് സാധാരണ ലോകത്തിൻ്റെതല്ല, മറിച്ച് എന്തോ ഒരു സ്വപ്ന ലോകത്ത് നടക്കുന്നത് പോലെയാണ് തോന്നുക. അതിൽ മേശയ്ക്ക് മുകളിൽ ഒഴുകി നിൽക്കുന്ന ഒരു രൂപമുണ്ട്. ഒഴുകി നിൽക്കുന്നതോ? അതെ, അതുപോലെ തന്നെ കുടിക്കാൻ ഉപയോഗിക്കുന്ന പാനപാത്രമോ കാസയോ അതിലില്ല. കാരണം ഭൗതികമായ വസ്തുക്കളിലല്ല, മറിച്ച് ആ സംഭവത്തിന്റെ ആത്മീയമായ തലത്തിലേക്കാണ് ദാലി ഫോക്കസ് ചെയ്തത്. ആ ചിത്രം കാണുമ്പോൾ തന്നെ നമുക്കൊരു ദൈവികമായ അനുഭൂതി തോന്നും. ഓ, അത് ശരിക്കും കാണേണ്ട ഒന്ന് തന്നെ. ഇതുകൂടാതെ ഗിർലാൻഡയുടെ ചിത്രവും വളരെ ശ്രദ്ധേയമാണ് കേട്ടോ. അദ്ദേഹം യൂദാസിനെ മാത്രം മേശയുടെ മറുവശത്ത് മറ്റ് ശിഷ്യന്മാരിൽ നിന്നും പൂർണ്ണമായും ഒറ്റപ്പെടുത്തിയാണ് വരച്ചിരിക്കുന്നത്. യൂദാസിനെ മാത്രം മാറ്റിയോ? അതെ, ആ ഒറ്റപ്പെടുത്തൽ യൂദാസിന്റെ വഞ്ചനയെയും വരാനിരിക്കുന്ന ദുരന്തത്തെയും മുൻകൂട്ടി കാണിക്കുന്നു. എത്ര അവിശ്വസനീയമായ യാത്രയാണിത്. നമ്മൾ വെറുമൊരു പള്ളിയിലെ ചടങ്ങിൽ തുടങ്ങി മാൻഡേറ്റം എന്ന വാക്കിന്റെ അർത്ഥം തേടിപ്പോയി 2000 വർഷമായി നമ്മൾ വിശ്വസിച്ചിരുന്ന വ്യാഴാഴ്ച ഒരുപക്ഷെ ബുധനാഴ്ച ആയിരിക്കാമെന്ന ശാസ്ത്രീയമായ നിഗൂഢതകൾ പരിശോധിച്ചു. ഇംഗ്ലണ്ടിലെ രാജകൊട്ടാരത്തിൽ നിന്ന് തുടങ്ങി നമ്മുടെ തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിൽ മഴച്ചോറായും പൊങ്കലായും മാറിയ സാംസ്കാരിക വിസ്മയങ്ങൾ കണ്ടു. ഒടുവിൽ ഡാവിഞ്ചിയുടെയും ദാലിയുടെയും ക്യാൻവാസുകളിൽ വരെ എത്തി നിൽക്കുന്നു. ഒരൊറ്റ രാത്രിയിലെ ഒരു അത്താഴം മനുഷ്യചരിത്രത്തിൽ ഇത്രയധികം അടയാളങ്ങൾ ബാക്കി വച്ചിട്ടുണ്ടെന്ന് ചിന്തിക്കുന്നത് തന്നെ രോമാഞ്ചമുണ്ടാക്കുന്ന കാര്യമാണ്, അല്ലേ? തീർച്ചയായും. ചരിത്രം, കല, ദൈവശാസ്ത്രം, മനുഷ്യന്റെ മനഃശാസ്ത്രം, പ്രാദേശിക സംസ്കാരം എന്നിങ്ങനെ മനുഷ്യജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്വാധീനിച്ച
മറ്റൊരു സംഭവം ചരിത്രത്തിൽ കുറവായിരിക്കുമെന്ന് തന്നെ പറയാം. ശരിയാണ്. നമ്മൾ കലയെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും ശാസ്ത്രത്തെക്കുറിച്ചുമൊക്കെ ഒരുപാട് സംസാരിച്ചു. ഇതിന്റെ എല്ലാം ഉള്ളറകളിലൂടെ നമ്മൾ സഞ്ചരിച്ചു. എന്നാൽ ഈ ആഴത്തിലുള്ള അന്വേഷണം അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു കാര്യം കൂടി ഞാൻ നൽകുകയാണ്. സ്രോതസ്സുകളിൽ ഒരിടത്തും പറയാത്ത, എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. ഈ അന്ത്യത്താഴവേളയിലെ യൂദാസിന്റെ മാനസികാവസ്ഥ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? തന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്ന വ്യക്തിയാണ് യൂദാസ് എന്ന് യേശുവിന് പൂർണ്ണമായി അറിയാമായിരുന്നു. എന്നിട്ടും യേശു ആ യൂദാസിന്റെയും കാലുകൾ കഴുകി. അതൊരു വലിയ കാര്യമാണ്. അതെ, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വഞ്ചനയെ തീർത്തും വിനയപൂർണമായ ഒരു പ്രവൃത്തി കൊണ്ട് നേരിടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ മാനസികമായ സങ്കീർണത ഒന്ന് ആലോചിച്ചു നോക്കൂ. യൂദാസിന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? അതല്ലെങ്കിൽ നിങ്ങളെ ചതിക്കാൻ പോകുന്ന നിങ്ങളുടെ സ്വന്തം ശത്രുവിന്റെ പാദങ്ങൾ കഴുകാൻ നിങ്ങൾക്ക് കഴിയുമോ? അട്ടിമറിച്ചു. ഈ ഡീപ് ഡൈവിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് നിങ്ങൾക്ക് നന്ദി. ശുഭദിനം.